വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ മലയാളത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, പിരിച്ചെഴുതുക. പിരിച്ചെഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം. വാക്ക് ഇതാണ്, ഇന്നീ. ഇന്നീ എന്ന പദം പിരിച്ചെഴുതാനാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് ഉത്തരം നോക്കാം. ഇതെങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത് നമുക്കറിയാം. ഈ പ്ലസ് നീ ആണ് ഇന്നീ. ഇന്നീ എന്ന പദം പിരിച്ചെഴുതേണ്ടത് ഈ പ്ലസ് നീ എന്നാണ്. അപ്പൊ ഇത് ഏത് സന്ധിയാണെന്ന് ചോദിച്ചാൽ ഏത് സന്ധിയാണ്? ദ്വിത്വസന്ധിയാണ്. ദ്വിത്വസന്ധി. ആദ്യത്തെ ചോദ്യം പിരിച്ചെഴുതാനായിരുന്നു. ഇന്നീ എന്ന പദമായിരുന്നു പിരിച്ചെഴുതേണ്ടത്. പിരിച്ചെഴുതിയത് ഈ പ്ലസ് നീ. അത് ഏത് സന്ധിയാണെന്ന് ചോദിച്ചാൽ ദ്വിത്വസന്ധിയാണ്. ഇത് എങ്ങനെയാണ് ദ്വിത്വസന്ധി ആയത്? നമുക്ക് സാധാരണ അറിയാം ചുട്ടെഴുത്തുകൾ. എന്തൊക്കെയാണ് ചുട്ടെഴുത്തുകൾ? ആ, ഇ, എ അല്ലേ? ആ, ഇ, എ ഇവയാണ് ചുട്ടെഴുത്തുകൾ. ഈ ചുട്ടെഴുത്തുകൾക്ക് ശേഷം ഒരു വ്യഞ്ജനം വരികയാണെങ്കിൽ ആ വ്യഞ്ജനം എന്ത് ചെയ്യും? ഇരട്ടിക്കും. ഇപ്പൊ ചുട്ടെഴുത്തുകൾക്ക് ശേഷം വ്യഞ്ജനാക്ഷരങ്ങൾ വരികയാണെങ്കിൽ ആ വ്യഞ്ജനം ഇരട്ടിക്കും. ഇവിടെ ഇ എന്ന് പറയുന്നത് ഒരു ചുട്ടെഴുത്താണ്. അതിനുശേഷം വന്നിരിക്കുന്നത് ന എന്ന് പറയുന്ന ഒരു വ്യഞ്ജനാക്ഷരമാണ്. അപ്പൊ അതിന് ആ ന എന്ന് പറയുന്ന അക്ഷരം എന്ത് ചെയ്തു? ഇവിടെ ഇരട്ടിച്ചു. അപ്പൊ അതുകൊണ്ട് ഇത് ദ്വിത്വസന്ധി. ഇനി വേറെ ഒരു ഉദാഹരണം പറയാം. അക്കാലം. അക്കാലം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആ പ്ലസ് കാലം. അക്കാലം പിരിച്ചെഴുതുമ്പോൾ ആ പ്ലസ് കാലം. ഇവിടെയും എന്താണ്? ആ എന്ന് പറയുന്നത് ഒരു ചുട്ടെഴുത്താണ്. അതിനുശേഷം വന്നിരിക്കുന്നത് ഒരു വ്യഞ്ജനാക്ഷരമാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? ആ വ്യഞ്ജനാക്ഷരം ഇരട്ടിച്ചു. കാ ഇരട്ടിച്ചു, ഇക്കയായി. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഇക്കാര്യം. ഇക്കാര്യം ഇത് എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? ഈ പ്ലസ് കാര്യം. ഇനി നമുക്ക് ഏത് ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്? എ ഉണ്ട്. എ വെച്ചിട്ട് കൂടി ഒരു ഉദാഹരണം. യവ്വണ്ണം. യവ്വണ്ണം പിരിച്ചെഴുതുമ്പോൾ എ പ്ലസ് വണ്ണം. ഇവിടെ ഇത്രേ പറഞ്ഞോളൂ. ചുട്ടെഴുത്തുകൾക്ക് ശേഷം വരുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ എന്ത് ചെയ്യും? ഇരട്ടിക്കും. അതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം. പിരിച്ചെഴുതാനായിരുന്നു. ഇന്നീ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ഈ പ്ലസ് നീ എന്നാണ് പിരിച്ചെഴുതേണ്ടത്. ഇനി സാധാരണ ദ്വിത്വസന്ധിയിൽ ചോദിക്കാറുള്ളത് നമുക്കറിയാം. എന്താണ്? ചേർത്തെഴുതാനോ അല്ലെങ്കിൽ പിരിച്ചെഴുതാനോ ആയിരിക്കും ചോദിക്കുന്നത്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണിപ്പുര. പണിപ്പുര പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ്? പണി പ്ലസ് പുര. ഇവിടെ എന്താണ് പറയുന്നത്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് എന്ത്? ദ്വിത്വസന്ധി എന്ന് നമുക്കറിയാം. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ഇവിടെ രണ്ട് വർണ്ണങ്ങൾ ചേർന്നപ്പോൾ എന്ത് ചെയ്തു? പ എന്ന് പറയുന്ന വർണ്ണം ഇവിടെ ഇരട്ടിച്ചു. അതുകൊണ്ട് ഇത് ദ്വിത്വസന്ധി. പണിപ്പുര. വേറൊരു ഉദാഹരണം നോക്കാം. തീക്കനൽ. തീക്കനൽ. തീക്കനൽ പിരിച്ചെഴുതുമ്പോൾ വരുന്നത് തീ പ്ലസ് കനൽ. അപ്പൊ ഇതേതാണ്? ദ്വിത്വസന്ധി. അതായത് രണ്ട് വർണ്ണങ്ങൾ ചേർന്നപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു വർണ്ണം ക എന്ന് പറയുന്ന വർണ്ണം ഇരട്ടിച്ചു. അതുകൊണ്ട് ഇത് ദ്വിത്വസന്ധി. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ ദ്വിത്വസന്ധിയിൽ ചോദിക്കാറ്. ഇതല്ലാതെ ഒരു പദം PSC ചോദിച്ചതാണ്. ചേർത്തെഴുതാനായിരുന്നു ചോദിച്ചത്. അപ്പൊ അത് ഇതാണ്, ആന പ്ലസ് ഭ്രാന്ത്. ആന പ്ലസ് ഭ്രാന്ത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നാണ് ചോദ്യം. അപ്പൊ ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ആദ്യം പറയാം. എഴുതേണ്ടത് ഇങ്ങനെയാണ്: ആനഭ്രാന്ത്. ആനഭ്രാന്ത്. അതായത് ഇടയ്ക്ക് ബ എന്ന് പറയുന്ന അക്ഷരം വരണം. ആന പ്ലസ് ഭ്രാന്ത്, ആനഭ്രാന്ത്. ഇത് ഏത് സന്ധിയാണെന്ന് ചോദിച്ചാൽ ഇതും ഏത് സന്ധിയാണ്? ദ്വിത്വസന്ധിയാണ്. നോക്കാം, കാരണം നോക്കാം. ആന പ്ലസ് ഭ്രാന്ത് നമ്മൾ പറഞ്ഞു രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ്? ആന പ്ലസ് ഭ്രാന്ത്. ഇവിടെ ഭ്രാന്തിന്റെ ഭ എന്ന് പറയുന്ന അക്ഷരം ഇരട്ടിച്ചിട്ട് വേറൊരു അക്ഷരം വരാനില്ല. ഭാക്ക് ഇരട്ടിപ്പ് വരാനായിട്ട് വേറൊരു അക്ഷരം ഇല്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? തൊട്ട് മുന്നേ ഉള്ള അക്ഷരം, അതായത് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളെ ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം ഇങ്ങനെയൊക്കെ വർഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഭാക്ക് തൊട്ട് മുന്നേ ഉള്ള ഏത് മൃദു അക്ഷരം ഇവിടെ എന്ത് ചെയ്തു? ദ്വിത്വമായിട്ട് വന്നു. അപ്പൊ വേറെ നിയമങ്ങളൊന്നും ആലോചിക്കേണ്ട. എങ്ങനെയാണ് ചേർത്ത് എഴുതേണ്ടതെന്ന് നോക്കിയാൽ മതി. ആന പ്ലസ് ഭ്രാന്ത് ചേർത്തെഴുതുമ്പോൾ ആനഭ്രാന്ത് എന്നാണ് എഴുതേണ്ടത്. ഇടയ്ക്ക് ബ എന്ന് പറയുന്ന അക്ഷരം വരും. അപ്പം എന്താണ്? ഒന്നാമത്തെ ചോദ്യം പിരിച്ചെഴുതാനായിരുന്നു, ദ്വിത്വസന്ധിയായിരുന്നു വന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ്, സലിംഗ ബഹുവചനം ഏത്? സലിംഗ ബഹുവചനം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മിടുക്കന്മാർ, കുട്ടികൾ, ജനങ്ങൾ, അധ്യാപകർ. അപ്പൊ എന്താണ് സലിംഗ ബഹുവചനം നോക്കാം. നമുക്കറിയാം ബഹുവചനത്തെ പ്രധാനമായിട്ടും മൂന്നായി തിരിക്കാം. ബഹുവചനത്തെ പ്രധാനമായും മൂന്നായി തിരിക്കാം. അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം,
പൂജക ബഹുവചനം. ഇതിൽ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് സ്ത്രീയെന്നോ പുരുഷനെന്നോ നപുംസക ലിംഗമെന്നോ തിരിച്ചറിയാൻ സാധിക്കുന്നവയാണ് സലിംഗ ബഹുവചനം. ഉദാഹരണം പറയുകയാണെങ്കിൽ മിടുക്കന്മാർ. മിടുക്കന്മാർ എന്ന് പറയുന്നത് എന്താണ്? പുരുഷ വിഭാഗത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അതെന്താണ്? സലിംഗ ബഹുവചനം. മിടുക്കികൾ അതെന്താണ്? സ്ത്രീ വിഭാഗത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അതും സലിംഗ ബഹുവചനം. ഇനി മരങ്ങൾ. മരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു നപുംസക ശബ്ദമാണ്. അതുകൊണ്ട് അതിന്റെ ബഹുത്വത്തെ കുറിക്കുന്നത് കൊണ്ട് അതെന്താണ്? സലിംഗ ബഹുവചനം. ഇനി അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ തിരിച്ചറിയാൻ സാധിക്കാത്തവയാണ് ഏത്? അലിംഗ ബഹുവചനം. പിന്നെ പറഞ്ഞത് പൂജക ബഹുവചനമാണ്. ഒരാളെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏകവചന രൂപങ്ങളായിരിക്കും ഏത്? പൂജക ബഹുവചനം. അതിന് ഉദാഹരണം ഗുരുക്കൾ, സ്വാമികൾ, വൈദ്യർ ഇവയൊക്കെയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം സലിംഗ ബഹുവചനം ഏത് എന്നതാണ് ചോദ്യം. മിടുക്കന്മാർ. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: മിടുക്കന്മാർ, കുട്ടികൾ, ജനങ്ങൾ, അധ്യാപകർ. അപ്പൊ ഞാൻ നേരത്തെ എന്താണ് ഇതിന്റെ ഉത്തരം പറഞ്ഞു. ഉത്തരം ഏതാണ്? മിടുക്കന്മാർ. സലിംഗ ബഹുവചനം ഈ പറഞ്ഞതില് മിടുക്കന്മാർ ആണ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഏതെന്ന് നോക്കാം. കുട്ടികൾ. കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? അലിംഗ ബഹുവചനമാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അലിംഗ ബഹുവചനം. കാരണം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അടുത്ത ജനങ്ങൾ. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? അലിംഗ ബഹുവചനമാണ്. ജനങ്ങളിൽ സ്ത്രീയും ഉൾപ്പെടാം പുരുഷനും ഉൾപ്പെടാം. അധ്യാപകർ. അധ്യാപകർ എന്ന് പറയുന്നത് എന്താണ്? അലിംഗ ബഹുവചനമാണ്. അധ്യാപകനാണോ അധ്യാപികയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇതില് സലിംഗ ബഹുവചനം ഏതായിരുന്നു? മിടുക്കന്മാർ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നപുംസക ശബ്ദങ്ങളുടെ ബഹുത്വം വരുന്നതും ഏതിലാണ്? സലിംഗ ബഹുവചനത്തിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മരങ്ങൾ, ഇനി നദികൾ, പർവ്വതങ്ങൾ. അപ്പൊ ഈ തുടങ്ങിയവയൊക്കെ എന്താണ്? നപുംസക ശബ്ദങ്ങളാണ്. അപ്പൊ ഈ നപുംസക ശബ്ദങ്ങളുടെ ബഹുത്വവും വരുന്നത് എവിടെയാണ്? സലിംഗത്തിലാണ്. അപ്പൊ ഇവിടെ ഇവയും എന്താണ്? സലിംഗ ബഹുവചനമായിട്ട് കണക്കാക്കാം. അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഉറുമ്പ് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: വർവണ, ചർവണ, മക്ഷിക, വമ്രി. വർവണ, ചർവണ, മക്ഷിക, വമ്രി. ഇതില് ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഉത്തരം ഏതാണ് ഇതിൽ വരുന്നത്? ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം വമ്രിയാണ്. വമ്രി. അപ്പൊ വമ്രി എന്നാൽ ഉറുമ്പ് എന്നാണ് അർത്ഥം. ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. വർവണ, ചർവണ, മക്ഷിക ഇത് മൂന്നും ഒരു ജീവിയുടെ പര്യായ പദങ്ങളാണ്. വർവണ, ചർവണ, മക്ഷിക ഇത് മൂന്നും ഒരു ജീവിയുടെ പര്യായ പദമാണ്. അത് ഏത് ജീവിയാണ്? ഈച്ച. ഈച്ചയുടെ പര്യായ പദങ്ങളാണ് വർവണ, ചർവണ, മക്ഷിക. ഇത് കൂടാതെ ഈച്ചയ്ക്ക് വേറൊരു പര്യായ പദം കൂടി ഉണ്ട്. അതാണ് നമ്മളൊരു നിറമായിട്ട് പറയുന്നതാണ് നീല. നീല എന്ന് പറഞ്ഞാലും എന്താണ്? ഈച്ച എന്ന അർത്ഥം വരുന്ന പദമാണ്. അപ്പോൾ വമ്രി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ എന്താണ്? അത് ഉറുമ്പാണ്. ഉറുമ്പിന് വേറെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് പിപീലിക. പിപീലിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പാണ്. പിന്നെ നമ്മൾ വമ്രി പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ വമ്രം എന്ന് പറഞ്ഞാലും എന്താണ്? ഉറുമ്പാണ്. പിപീലിക, വമ്രം. പിന്നെ ഏതാണ് വരുന്നത്? വൽമി. വൽമി എന്ന് പറഞ്ഞാലും ഉറുമ്പാണ്. അപ്പോൾ ഉറുമ്പിന്റെ കുറച്ച് പര്യായ പദങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതിനോടനുബന്ധിച്ച് വേറൊരു ചോദ്യം താഴെ എഴുതിയിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ചീവീട് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? താഴെ പറയുന്നവയിൽ ചീവീട് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ചകോരം, ചില്ലി, ഉടു, മക്ഷിക. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് ഏതാണ്? ചീവീട് എന്നർത്ഥം വരുന്ന പദം ചില്ലിയാണ്. ചില്ലി. ചില്ലിയാണ് ചീവീട് എന്നർത്ഥം വരുന്ന പദം. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ചകോരം. ചകോരം എന്ന് പറഞ്ഞാൽ ചെമ്പോത്താണ്. ചെമ്പോത്ത് പക്ഷിയാണ്. ചെമ്പോത്ത് നമ്മൾ ഉപ്പൻ എന്നൊക്കെ പറയാറുണ്ട്. ഇനി ചില്ലി നമ്മൾ പറഞ്ഞു അത് ചീവീടാണ്. ഉടു എന്നാൽ എന്താണ്? ഉടു എന്നാൽ നക്ഷത്രമാണ്. ഉടു നക്ഷത്രം. ഇനി മക്ഷിക നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണത്? ഈച്ചയാണ്. മക്ഷിക എന്ന് പറഞ്ഞാൽ ഈച്ചയാണ്. അപ്പൊ ഇതിൽ ചീവീട് എന്നർത്ഥം വരുന്ന പദം ചില്ലിയായിരുന്നു. ഇത് കൂടാതെ നമുക്ക് ഒന്ന് രണ്ട് ചീവീടിന്റെ പര്യായ പദങ്ങളൂടെ നോക്കാം. അത് ഇവയൊക്കെയാണ്. ഒന്ന് ചീരുക. ചീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചീവീടാണ്. അതേപോലെ നമ്മൾ ചില്ലി എന്ന് പറഞ്ഞാൽ ചീവീട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചില്ലിക എന്ന് പറഞ്ഞാലും ഏതാണ്? ചീവീടാണ്. ചില്ലിക എന്ന് പറഞ്ഞാലും ചീവീടാണ്. പിന്നീട് ഭൃങ്കാരി എന്ന് പറഞ്ഞാലും ചീവീടാണ്. ഭൃങ്കാരി. ഭൃങ്കാരി എന്ന് പറഞ്ഞാലും ചീവീടാണ്. എന്നാൽ ഭൃംഗം എന്താണ്? ഭൃങ്കാരി ചീവീടാണെങ്കിൽ ഭൃംഗം എന്താണ്? ഭൃംഗം എന്ന് പറയുന്നത് വണ്ടാണ്. ഭൃംഗം വണ്ട്. ഇപ്പൊ നമ്മൾ ഒരു പര്യായ പദം വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നോക്കിയത്. മൂന്നാമത്തെ ചോദ്യം.
അടുത്തത് നാലാമത്തെ ചോദ്യമാണ്, വിപരീത പദമാണ് ചോദ്യം. ചോദ്യം ഇതാണ്, രസം വിപരീത പദം ഏതാണ്? രസം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? അതായിരുന്നു ചോദ്യം. അപ്പൊ ഉത്തരം നോക്കാം. ഉത്തരം ഏതാണ് വരുന്നത്? രസം എന്ന പദത്തിന്റെ വിപരീത പദം നീരസമാണ്. നീരസം. രസം, നീരസം. ഇപ്പൊ നമുക്ക് സാധാരണ ഒരു സംശയം വരുന്നതാണ് ഏത്? വിരസം അല്ലേ? വിരസം. വിരസം എന്ന പദത്തിന്റെ വിപരീതം വരുന്നത് സരസം എന്നാണ്. വിരസം വിപരീതം സരസം. വിരസം എന്ന പദത്തിന്റെ വിപരീതം സരസമാണ്. എന്നാൽ രസം എന്ന പദത്തിന്റെ വിപരീതം വരുന്നത് നീരസം എന്നാണ്. ഇനി കുറച്ച് വിപരീത പദങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. ആദ്യത്തേത് മോദം. മോദം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? മോദം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ മോദം വിപരീതം ഖേദമാണ്. ഖേദം അതായത് ദുഃഖം. മോദം വിപരീതം ഖേദം. അടുത്തത് ഏതാണ്? ഭൂഷണം. ഭൂഷണം എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ വിപരീതം ദൂഷണം. ഭൂഷണം, ദൂഷണം. അടുത്തത് ഏതാണ്? സദാചാരം. സദാചാരം, സത് ആചാരം, നല്ല ആചാരം. സദാചാരം വിപരീത പദം ദുരാചാരം. സദാചാരം വിപരീതം ദുരാചാരം. അടുത്തത് പ്രാകൃതം. പ്രാകൃതം എന്ന പദത്തിന്റെ വിപരീതം പരിഷ്കൃതം. പ്രാകൃതം, പരിഷ്കൃതം. എന്നാൽ പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? പ്രാചീനം. പ്രാചീനം എന്ന പദത്തിന് പ്രധാനമായിട്ടും 3 വിപരീത പദങ്ങളുണ്ട്. അതിലൊന്ന് അർവാചീനമാണ്. അർവാചീനം. അർവാചീനം. പ്രാചീനം എന്ന പദത്തിന് പ്രധാനമായിട്ടും 3 വിപരീത പദങ്ങളുണ്ട്. അതിലൊന്ന് അർവാചീനം, പിന്നെ ആധുനികം, നവീനം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് പ്രാകൃതമാണ്. പ്രാകൃതം എന്ന പദത്തിന്റെ വിപരീതം പരിഷ്കൃതം എന്നാണ്. അടുത്ത പദം ഏതാണ്? സനാഥം. സനാഥം എന്ന പദത്തിന്റെ വിപരീതം അനാഥം. അനാഥം. അടുത്തത് ഏതാണ്? ഉന്നതം. ഉന്നതം എന്ന പദത്തിന്റെ വിപരീതം നിമ്നം. ഉന്നതം, നിമ്നം. ഉന്നതം ഉയർന്നത്, നിമ്നം എന്ന് പറഞ്ഞാൽ താഴ്ന്നത്. അടുത്ത പദം ഏതാണ്? തുല്യം. തുല്യം എന്ന പദത്തിന്റെ വിപരീതം അതുല്യം. അതുല്യം. അടുത്തത് ക്ഷരം. ക്ഷരം എന്ന പദത്തിന്റെ വിപരീതം അക്ഷരം. ക്ഷരം, അക്ഷരം. ക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? നശിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമാണ് ക്ഷരം. അപ്പൊ അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. അടുത്തത് സ്ഥൂലം. സ്ഥൂലം വിപരീതം സൂക്ഷ്മം. സ്ഥൂലം, സൂക്ഷ്മം. അടുത്ത കൃശം. കൃശം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത് എന്നാണ് അർത്ഥം. അതിന്റെ വിപരീതം വരുന്നത് മേതുരം. മേതുരം. കൃശം, മേതുരം. പിന്നെ ഉഷ്ണം. ഉഷ്ണം വിപരീതം ശീതമാണ്. ശീതം. ലാസ്റ്റത് അഖം. അഖം എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അർത്ഥം. അപ്പൊ പാപം ഇല്ലാത്തത് എന്നർത്ഥം വരുന്നത് അനഘം. അനഘം. അപ്പൊ വിപരീത പദത്തിന്റെ ഒരു ചോദ്യമായിരുന്നു നോക്കിയത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, രസം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ഉത്തരം വരുന്നത് ഏതാണ്? നീരസമാണ്. അടുത്ത 5ാമത്തെ ചോദ്യം പരിഭാഷയാണ്. ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന വാക്കിന്റെ മലയാള പരിഭാഷ എന്തെന്നാണ് ചോദ്യം. ഇൻ അക്കോർഡൻസ് വിത്ത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തേത് അതത് സമയത്ത്. ഇപ്പോൾ ഓപ്ഷൻ പറയുമ്പോൾ നിങ്ങളത് ചേരുന്നുണ്ടോ എന്ന് നോക്കണം. 1 അതത് സമയത്ത്, 2 അതാണ് ആവശ്യം, 3 അതനുസരിച്ച്, 4 അതിനു പുറമെ. അപ്പോൾ ഈ പറഞ്ഞതിൽ ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന വാക്കിന്റെ മലയാള പരിഭാഷ ഏതാണ്? ഒന്നുകൂടി ഓപ്ഷൻ പറയാം. അതത് സമയത്ത്, അതാണ് ആവശ്യം, അതനുസരിച്ച്, അതിനു പുറമെ. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് അതനുസരിച്ച് എന്നാണ്. ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന വാക്കിന്റെ മലയാള പരിഭാഷ അതനുസരിച്ച് എന്നാണ്. അപ്പൊ നമ്മൾ കുറച്ച് പരിഭാഷ പെടുത്താനായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നോക്കാം എന്താണെന്ന്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് ബെഗർ ഓൺ ഹോഴ്സ് ബാക്ക്. ബെഗർ ഓൺ ഹോഴ്സ് ബാക്ക് എന്നതിന്റെ മലയാള പരിഭാഷ എന്താണ്? ഇതൊരു ശൈലി കൂടിയാണ്. ബെഗർ ഓൺ ഹോഴ്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുക. അർദ്ധരാത്രിക്ക് കുട പിടിക്കുക എന്നതാണ് ബെഗർ ഓൺ ഹോഴ്സ് ബാക്ക് എന്ന എന്താണ് വാക്കിന്റെ മലയാള പരിഭാഷ. അടുത്ത നോക്കാം. അടുത്തത് ടു പുൾ വൺസ് ലെഗ്. ടു പുൾ വൺസ് ലെഗ് അതിന്റെ മലയാള പരിഭാഷ എന്താണ് ചോദ്യം. അത് കറക്റ്റ് എന്താണ്? അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതിന്റെ മലയാള പരിഭാഷ വരുന്നത് കാലുവാരുക എന്നതാണ്. ടു പുൾ വൺസ് ലെഗ്, കാലുവാരുക. അടുത്തത് എ ബേർഡ്സ് ഐ വ്യൂ. എ ബേർഡ്സ് ഐ വ്യൂ അതിന്റെ മലയാള പരിഭാഷ വിഹഗ വീക്ഷണം. വിഹഗ വീക്ഷണം. നമുക്കറിയാം പക്ഷിയുടെ ഒരു പര്യായ പദമാണ് വിഹഗം എന്ന് പറയുന്നത്. അപ്പൊ എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന്റെ മലയാളം വിഹഗ വീക്ഷണം എന്നാണ്. അടുത്തത് കാസ്റ്റിൽ ഇൻ ദ എയർ.
എന്താണ് ആകാശക്കോട്ട കെട്ടുക, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് മനക്കോട്ട കെട്ടുക അല്ലേ. അപ്പോൾ കാസ്റ്റിൽ ഇൻ ദ എയർ എന്നതിൻ്റെ മലയാള പരിഭാഷ ആകാശക്കോട്ട കെട്ടുക. അടുത്തത് കർട്ടൈൻ ലെക്ചർ. കർട്ടൈൻ ലെക്ചർ അതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? കർട്ടൈൻ ലെക്ചർ എന്ന് പറഞ്ഞാൽ തലയണ മന്ത്രം എന്നാണ്. തലയണ മന്ത്രം. ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് പൊയറ്റിക് ട്രിനിറ്റി എന്നാണ്. പൊയറ്റിക് ട്രിനിറ്റി അതിൻ്റെ മലയാള പരിഭാഷ കവിത്രയം എന്നാണ്. കവിത്രയം. പൊയറ്റിക് ട്രിനിറ്റി കവിത്രയം. അപ്പോൾ പരിഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു. ഇൻ അക്കോർഡൻസ് വിത്ത് എന്നതിൻ്റെ മലയാള പരിഭാഷ ഏതെന്നായിരുന്നു ചോദ്യം. അത് എന്താണ് ഉത്തരം? അതനുസരിച്ച് എന്നതായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് എന്താണ് പരിഭാഷയാണ് നോക്കിയത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് നോക്കാം. ആദ്യത്തേത് ക്രിസ്റ്റൽ ക്ലിയർ. ക്രിസ്റ്റൽ ക്ലിയർ എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ എന്താണ്? ക്രിസ്റ്റൽ ക്ലിയർ. ക്രിസ്റ്റൽ ക്ലിയർ എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ എന്താണ്? ഉത്തരം വരുന്നത് അച്ഛസ്ഫടികം എന്നാണ്. അച്ഛസ്ഫടികം. അച്ഛം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തെളിഞ്ഞത് എന്നാണ്. അതായത് എന്താണ്? തെളിഞ്ഞ കണ്ണാടി. അച്ഛസ്ഫടികം. ക്രിസ്റ്റൽ ക്ലിയർ എന്ന വാക്കിൻ്റെ മലയാള പരിഭാഷ വരുന്നത് അച്ഛസ്ഫടികം എന്നാണ്. അടുത്തൊരു പരിഭാഷയാണ് എറൗണ്ട് ദി കോർണർ. എറൗണ്ട് ദി കോർണർ എന്ന വാക്കിൻ്റെ മലയാള പരിഭാഷ എന്താണ്? എറൗണ്ട് ദി കോർണർ. അതിൻ്റെ ഉത്തരം അടുത്തു വരിക എന്നതാണ്. അടുത്തു വരിക. എറൗണ്ട് ദി കോർണർ. എറൗണ്ട് ദി കോർണർ എന്ന വാക്കിൻ്റെ മലയാള പരിഭാഷ വരുന്നത് അടുത്തു വരിക. അടുത്തത് നമുക്ക് PSC ചോദിച്ച വേറൊരു ക്വസ്റ്റ്യനാണ് കൺട്രി കസിൻസ്. കൺട്രി കസിൻസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ പരിഭാഷ എന്താണെന്നാണ് ചോദ്യം. കൺട്രി കസിൻസ്. കൺട്രി കസിൻസ് അതായത് പട്ടണത്തിലെ രീതികൾ പരിചയമില്ലാത്ത ആൾ. പട്ടണത്തിലെ രീതികൾ പരിചയമില്ലാത്ത ആൾ. കൺട്രി കസിൻസ് എന്ന മലയാള വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള പരിഭാഷ എന്ന് പറയുന്നത് പട്ടണത്തിലെ രീതികൾ പരിചയമില്ലാത്ത ആൾ. അപ്പോൾ നമ്മൾ കുറച്ച് മലയാള പരിഭാഷകളാണ് നോക്കിയത്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഒറ്റപ്പദമാണ്. ഒറ്റപ്പദം. ചോദ്യം ഇതാണ്. ഗുരുവിൻ്റെ ഭാവം. ഒറ്റപ്പദം എന്താണ്? ഗുരുവിൻ്റെ ഭാവം ഒറ്റപ്പദം. ഉത്തരം എന്താണ്? ഗൗരവം. ഗുരുവിൻ്റെ ഭാവം ഒറ്റപ്പദമായി വരുന്നത് ഗൗരവം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഗൗരവം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ലാഘവമാണ്. ഗൗരവം വിപരീത പദം എന്താണ്? ലാഘവം. അപ്പോൾ നമ്മുടെ ചോദ്യം ഒറ്റപ്പദമായിരുന്നു. ഗുരുവിൻ്റെ ഭാവമായിരുന്നു ചോദിച്ചത്. ഉത്തരം വരുന്നത് എന്താണ്? ഗൗരവം എന്നാണ്. ഗൗരവം. ഗൗരവം. ഗൗരവം എന്ന പദത്തിൻ്റെ വിപരീതം വരുന്നത് ലാഘവം. അപ്പോൾ കുറച്ച് ഒറ്റപ്പദം കൂടി നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് ഉപേക്ഷിക്കാൻ കഴിയാത്തത്. ഒറ്റപ്പദം എന്താണ്? ഉപേക്ഷിക്കാൻ കഴിയാത്തത് ഒറ്റപ്പദം എന്ത്? ഉത്തരം എന്താണ്? അനുപേക്ഷണീയം. അനുപേക്ഷണീയം. ഉപേക്ഷിക്കാൻ കഴിയാത്തത് ഒറ്റപ്പദം അനുപേക്ഷണീയം. പിന്നെ വരുന്നത് രണ്ടാമത്തേത് വധിക്കാൻ സാധിക്കാത്തവൻ. ഒറ്റപ്പദം എന്താണ്? PSC ചോദിച്ചതാണ്. വധിക്കാൻ സാധിക്കാത്തവൻ ഒറ്റപ്പദം ഏത്? ഉത്തരം അവധ്യൻ എന്നാണ്. അവധ്യൻ. വധിക്കാൻ സാധിക്കാത്തവൻ ഒറ്റപ്പദം അവധ്യൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്നവൻ. ഒറ്റപ്പദം എന്താണ്? എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്നവൻ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ എന്താണ് പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുന്നവനെ പറയുന്ന പേരെന്താണ്? അല്ലെങ്കിൽ ഒറ്റപ്പദം എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? ഇതി കർത്തവ്യതാ മൂഢൻ. ഇതി കർത്തവ്യതാ മൂഢൻ. ഇതി കർത്തവ്യതാ മൂഢൻ. അടുത്തത് ഋഷിമാരാൽ പറയപ്പെട്ടത്. ഒറ്റപ്പദം ഏതാണ്? ഋഷിമാരാൽ പറയപ്പെട്ടത് ഒറ്റപ്പദം ഏത്? എന്താണ് ഒറ്റപ്പദം? ഋഷി പ്രോക്തം. ഋഷി പ്രോക്തം. ഋഷിമാരാൽ പറയപ്പെട്ടത് ഒറ്റപ്പദം ഋഷി പ്രോക്തം. എന്നാൽ ഋഷിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം എന്താണ്? ഋഷിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ആർഷമാണ്. ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ആർഷം. എന്നാൽ ഋഷിമാരാൽ പറയപ്പെട്ടത് ഒറ്റപ്പദം ഋഷി പ്രോക്തം. അടുത്തത് ഗ്രഹിക്കുന്ന ആൾ. ഒറ്റപ്പദം എന്താണ്? ഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഗ്രാഹകൻ. ഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഗ്രാഹകൻ. ഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഗ്രാഹകൻ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ദർശനത്തെ സംബന്ധിച്ചത്. ഒറ്റപ്പദം എന്താണ്? ദർശനത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ദാർശനികം. ദർശനത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ദാർശനികം. അടുത്ത ഒന്ന് രണ്ട് എന്താണ് ഒറ്റപ്പദം കൂടി നോക്കാം.
അതിലടുത്ത് വരുന്നത് ഒന്നിനോടും ചേരാത്ത അവസ്ഥ ഒറ്റപ്പദം എന്താണ്? ഒന്നിനോടും ചേരാത്ത അവസ്ഥ ഒറ്റപ്പദം ഏതാണ്? ഏതാണ്? നിസ്സംഗത. നിസ്സംഗത. ഒന്നിനോടും ചേരാത്ത അവസ്ഥ ഒറ്റപ്പദം നിസ്സംഗത. ഇത് ചിലപ്പോൾ പദശുദ്ധിക്കും ചോദിക്കാം. നിസ്സംഗത എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്, 2 സൗണ്ട്. നിസ്സംഗത. ഇനി അടുത്തത് സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി ഒറ്റപ്പദം ഏതാണ്? സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി ഒറ്റപ്പദം ഏതാണ്? അത് പ്രത്യുൽപ്പന്ന മതിത്വമാണ്. പ്രത്യുൽപ്പന്ന മതിത്വം. സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി ഒറ്റപ്പദം പ്രത്യുൽപ്പന്ന മതിത്വം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഒറ്റപ്പദമായിരുന്നു. അടുത്ത 7ാമത്തെ ചോദ്യം പദശുദ്ധി ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: അവധൂതൻ. അവധൂതൻ എന്ന പദം ശരിയായിട്ട് എഴുതേണ്ടത് എങ്ങനെയാണ്? 2 ഓപ്ഷൻസ് എഴുതിയിട്ടുള്ളൂ. ഇതിൽ ഏതാണ് അവധൂതൻ എന്ന് പറയുന്ന പദം ശരിയായിട്ട് വരുന്നത്? അപ്പോൾ ഈ അവധൂതൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് സന്യാസി എന്നാണ്. സന്യാസി. അപ്പോൾ ഇതിൽ 2 എഴുതിയിട്ടുണ്ട്, 2 ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഉത്തരം ഏതെന്ന് നോക്കാം. ആദ്യത്തേതാണ് അവധൂതൻ. ശരിയായ പദം അവധൂതൻ. നാ തിരിച്ചിടുന്ന ദായാണ് വരേണ്ടത്. അവധൂതൻ. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? സന്യാസി. സന്യാസി. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം? പദശുദ്ധി വാക്കുകൾ എഴുതി നോക്കാം. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പൊ ആദ്യത്തെ വാക്ക് മടയൻ എന്നാണ്. മടയൻ. എങ്ങനെയാണ് മടയൻ എന്ന് എഴുതേണ്ടത്? മടയൻ. എസ് ഡായാണ് വരുന്നത്. മടയൻ. എന്താണ്? മഠയൻ. പൂജ്യം ഠ അല്ല വരുന്നത്. ഇങ്ങനെയാണ് മടയൻ എന്ന വാക്ക് എഴുതേണ്ടത്. അടുത്ത പദം നോക്കാം. സന്തുഷ്ടം. സന്തുഷ്ടം. സന്തുഷ്ടം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അടുത്ത പദം മനസാക്ഷി. മനസാക്ഷി. മനസാക്ഷി നമുക്ക് വിസർഗം ഉപയോഗിച്ചും എഴുതാം, അല്ലെങ്കിൽ 2 സ ഉപയോഗിച്ചും എഴുതാം. മനസാക്ഷി. ഇത് രണ്ടും ശരിയാണ്. മനസാക്ഷി എഴുതുന്ന ഈ 2 രൂപങ്ങളും ശരിയാണ്. അടുത്ത വാക്കാണ് സ്തബ്ധം. സ്തബ്ധം. നിശ്ചലം എന്നൊക്കെ അർത്ഥം വരുന്നത്. സ്തബ്ധനായി നിന്നു, നിശ്ചലനായി നിന്നു. സ്തബ്ധം എന്ന വാക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? സ്തബ്ധം. സ്തബ്ധം. ഇങ്ങനെയാണ് സ്തബ്ധം എന്ന വാക്ക്. അടുത്ത വരുന്ന വാക്കാണ് കൈയെഴുത്ത്. 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 കൈയെഴുത്ത് എന്ന് എഴുതേണ്ട ശരിയായിട്ടുള്ള രൂപം ഇങ്ങനെയാണ്. ഇവിടെ ഐ വന്നതുകൊണ്ട് കൈ. ഐ എന്താണ്? ഐ എന്ന് പറയുന്ന അക്ഷരം വന്നതുകൊണ്ട് ഇവിടെ യാക്ക് എന്ത് വേണ്ട? ഇരട്ടിപ്പ് വേണ്ട. അപ്പൊ കൈയെഴുത്ത് എന്ന് എഴുതേണ്ടത് ശരിയായിട്ട് എഴുതേണ്ട രൂപം ഇങ്ങനെയാണ്. അടുത്ത് പറയുന്നതാണ് ഉദ്ബോധനം. 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 ഇങ്ങനെയാണ് ഉദ്ബോധനം എന്ന വാക്ക് എഴുതേണ്ടത്. അപ്പൊ ഇതിന് സമാനമായിട്ട് വരുന്ന വേറൊരു വാക്കാണ് ഉദ്ഘാടനം. ഉദ്ഘാടനം. മറ്റൊരു വാക്കാണ് വൃഷ്ടി. നമ്മൾ നദികളുടെ വൃഷ്ടി പ്രദേശം എന്ന് പറഞ്ഞുകൊണ്ട് വൃഷ്ടി. അതെങ്ങനെയാണ് എഴുതേണ്ടത്? വൃഷ്ടി. ഇങ്ങനെയാണ് വൃഷ്ടി എന്ന പദം എഴുതേണ്ടത്. അടുത്ത ലാസ്റ്റ് ഒരു വാക്ക് കൂടി സതീർത്ഥ്യൻ. സതീർത്ഥ്യൻ. ചങ്ങാതി എന്നർത്ഥം വരുന്ന പദമാണ് സതീർത്ഥ്യൻ. അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. സതീർത്ഥ്യൻ. അപ്പൊ നമ്മൾ എന്താണ്? കുറച്ച് പദശുദ്ധി വാക്കുകളാണ് നോക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത 8ാമത്തെ ചോദ്യം. അത് ശൈലിയാണ്. ചോദ്യം ഇതാണ്: അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻസ് ഒന്ന് പറയാം. പൊടിയിട്ട് വിളക്കുക, കടുവാക്കൂട്ടിൽ തലയിടുക, അടിക്കല്ല് മാന്തുക, ഇലയിട്ട് ചവിട്ടുക. അപ്പൊ ഇതില് അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഇത് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഉത്തരം എന്താണ്? ഇലയിട്ട് ചവിട്ടുക. അപ്പൊ അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഇലയിട്ട് ചവിട്ടുക എന്നതാണ്. നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം? ശൈലികൾ നോക്കാം. അല്ല, ആദ്യത്തേത് ഇലവ് കാത്ത കിളി. ഇലവ് കാത്ത കിളി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഇലവ് കാത്ത കിളി. ഇലവ്. ഇലവ് കാത്ത കിളി എന്ന ശൈലിയുടെ അർത്ഥം ഫലമില്ലാത്ത കാത്തിരിപ്പ് എന്നാണ്. ഫലമില്ലാത്ത കാത്തിരിപ്പ്. അടുത്തത് താപ്പാന. താപ്പാന എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? താപ്പാന. താപ്പാന എന്ന് പറഞ്ഞാൽ പരിചയസമ്പന്നൻ. പരിചയസമ്പന്നൻ എന്നർത്ഥം വരുന്ന ശൈലിയാണ് താപ്പാന. അടുത്ത് വരുന്നത് ത്രിശങ്കു സ്വർഗം. ത്രിശങ്കു സ്വർഗം. ത്രിശങ്കു സ്വർഗം. അതിന്റെ അർത്ഥം എന്താണ്? അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ. ത്രിശങ്കു സ്വർഗം.
അങ്ങുമിങ്ങും ഇല്ലാത്ത അവസ്ഥ. അതാണ് ത്രിശങ്കു സ്വർഗം എന്ന ശൈലിയുടെ അർത്ഥം. അടുത്തത് ചുവപ്പുനാട. ചുവപ്പുനാട. ചുവപ്പുനാട എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അനാവശ്യമായ കാലതാമസം. അനാവശ്യമായ കാലതാമസം. മറ്റൊന്ന് ദന്തഗോപുരം. ദന്തഗോപുരം. ദന്തഗോപുരം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? സാങ്കല്പിക സ്വർഗം എന്നാണ്. ദന്തഗോപുരം എന്നാൽ സാങ്കല്പിക സ്വർഗം എന്നാണ്. അടുത്തത് ഗതാനുഗതികത്വം. ഗതാനുഗതികത്വം. ഗതാനുഗതികത്വം എന്ന് പറഞ്ഞാൽ അനുകരണശീലം എന്നാണ് അർത്ഥം വരുന്നത്. ഗതാനുഗതികത്വം എന്നാൽ അനുകരണശീലം. നമ്മൾ എന്താണ് കുറച്ച് ശൈലിയാണ് നോക്കിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? അത് ഇലയിട്ട് ചവിട്ടുക എന്നാണ്. 9ാമത്തെ ചോദ്യം ഇതാണ്: ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏതാണ്? ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏതാണ്? ഉത്തരം വരുന്നത് ഏതാണ്? ഗൃഹിണി. ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഗൃഹിണി. ഗൃഹസ്ഥൻ, ഗൃഹിണി. അപ്പൊ കുറച്ച് എതിർലിംഗം നോക്കാം. തേജസ്വി. തേജസ്വി എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ്? ഉത്തരം എന്താണ്? തേജസ്വിനി. തേജസ്വി എതിർലിംഗം തേജസ്വിനി. അടുത്തത് യോഗി. യോഗി എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ്? യോഗി, യോഗിനി. യോഗിനി. അടുത്തത് സ്വാമി. സ്വാമി എന്ന പദത്തിന്റെ എതിർലിംഗം ഏതാണ്? ഏതാണ്? സ്വാമിനി. സ്വാമിനി. സ്വാമി, സ്വാമിനി. അടുത്തത് ദൗഹിത്രൻ. ദൗഹിത്രൻ എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ്? ദൗഹിത്രൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റ പദം കൂടിയാണല്ലേ. മകളുടെ മകൻ എന്ന അർത്ഥം വരുന്ന പദമാണ് ദൗഹിത്രൻ. മകളുടെ മകൻ എന്ന അർത്ഥം വരുന്ന പദമാണ് ദൗഹിത്രൻ. ഇതിന്റെ എതിർലിംഗം വരുന്നത് ദൗഹിത്രി എന്നാണ്. ദൗഹിത്രി. ദൗഹിത്രൻ എതിർലിംഗം ദൗഹിത്രി. അടുത്ത ശ്രോതാവ്. ശ്രോതാവ് എതിർലിംഗം ശ്രോത്രി എന്നാണ്. ശ്രോതാവ്, ശ്രോത്രി. അടുത്ത ഏതാണ്? പൂജാരി. പൂജാരി എതിർലിംഗം വരുന്നത് പൂജാരിണി. പൂജാരി, പൂജാരിണി. പിന്നെ ഏതാണ് എഴുതിയത്? നേതാവ്. നേതാവ് എതിർലിംഗം നേത്രി. നേതാവ്, നേത്രി. അങ്ങനെയാണെങ്കിൽ ദാതാവ് എതിർലിംഗം എന്താണ്? ദാതാവ്. ദാനം നൽകുന്നവൻ എന്നർത്ഥം വരുന്ന പദമാണ് ദാതാവ്. എതിർലിംഗം വരുന്നത് ധാത്രി. അപ്പൊ നമ്മുടെ ചോദ്യം എതിർലിംഗം ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ്? ഉത്തരം ഏതായിരുന്നു? ഗൃഹിണി എന്നായിരുന്നു. അടുത്തത് 10ാമത്തെ ചോദ്യം വാക്യശുദ്ധിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ആദ്യം എഴുതിയിരിക്കുന്നതാണ്: ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെയേറെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 100ൽ 99% വിജയിച്ചു. അപ്പൊ ഈ വാക്യം തെറ്റായ വാക്യമാണ്. എങ്ങനെയാണ് ഈ വാക്യം ശരിയാക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. ഇപ്പൊ ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെയേറെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 100ൽ 99% വിജയിച്ചു. ഇത് തെറ്റായ വാക്യമാണ്. എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് നോക്കാം. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെയേറെ വർധനവ് കാണുന്നു. വളരെയേറെ വർധനവ് കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എന്നാലും ഏറെ എന്നാലും എന്താണ്? ഒരേ അർത്ഥം വരുന്ന പദമാണ്. വളരെയേറെ. ഇത് രണ്ടും ഒരേ അർത്ഥം വരുന്ന പദമാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇവിടെ ഉപയോഗിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് വരേണ്ടത്? ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. ഈ ഏറെ നമുക്ക് വേണ്ട. എന്താണ്? വളരെ വർധനവ് കാണുന്നു. ഇനി അടുത്ത സെന്റൻസ് എന്താണ്? വിദ്യാർത്ഥികളിൽ 100ൽ 99% വിജയിച്ചു. അപ്പൊ ശതമാനം കാണുന്നത് എപ്പോഴും നമ്മൾ എന്തിലാണ്? 100ലാണ്. അപ്പൊ അവിടെ 100ൽ എന്ന് പറയേണ്ട ആവശ്യവുമില്ല. എന്താണ്? വിദ്യാർത്ഥികളിൽ 99% വിജയിച്ചു. ഇങ്ങനെയാണ് ഈ വാക്യം ശരിയാക്കി എഴുതേണ്ടത്. 2 വാക്യശുദ്ധിയും കൂടെ വരുന്ന വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൂടി നോക്കാം. 2 തെറ്റായ വാക്യങ്ങളാണ്. എങ്ങനെയാണ് ശരിയാക്കേണ്ടത് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ശങ്കരൻ അദ്ദേഹത്തിന്റെ 70ാം വയസ്സിൽ മരണം പ്രാപിച്ചു. ശങ്കരൻ അദ്ദേഹത്തിന്റെ 70ാം വയസ്സിൽ മരണം പ്രാപിച്ചു. അപ്പൊ ഇവിടെ എന്താണ്? അദ്ദേഹത്തിന്റെ എന്ന് പറയേണ്ട ആവശ്യമില്ല. ശങ്കരൻ എന്ത് ചെയ്തു? 70ാം വയസ്സിൽ മരണം പ്രാപിച്ചു. അത് മതി. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ എന്ന വാക്ക് വേണ്ട. ശങ്കരൻ 70ാം വയസ്സിൽ മരണം പ്രാപിച്ചു. എന്താണ്? ശങ്കരനല്ലേ മരിക്കുന്നത്. പിന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. തെറ്റായ വാക്യമാണ്. ഇവിടെ എന്താണ് തെറ്റ്? ഓരോ എന്ന വാക്കാണ് നോക്കേണ്ടത്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ. ഓരോ വന്നതുകൊണ്ട് കാര്യങ്ങളല്ല വരേണ്ടത്. ഓരോ കാര്യം പറഞ്ഞു. ഓരോ കാര്യം പറഞ്ഞു. ഓരോ ഏകവചനമല്ലേ. അപ്പം ഞങ്ങൾ ഓരോ കാര്യം പറഞ്ഞു.
അപ്പോൾ അങ്ങനെ മലയാളത്തിൻ്റെ 10 മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കിയത്. ഇതാണ് വളരെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത മലയാളം ക്ലാസ് കാണാം. താങ്ക് യു.